ഗൈസ് നമുക്കങ്ങനെ പുതിയ ട്രിപ്പ് സെറ്റ് ആയിട്ടുണ്ട്. അടുത്ത ട്രെയിനിങ് കോഴിക്കോട് വെച്ച്. അപ്പം ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. KSRTC പുതിയൊരു വോൾവോ ഇല്ലേ, വോൾവോ മറ്റേ മൾട്ടി ആക്സിൽ വോൾവോ മൂകാംബിക ആ റൂട്ട് പോകുന്ന ബസ്സാണ്. ഹരിപ്പാട്ടു നിന്നാണ്. 5 മണിക്ക് വരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ സംഭവം ലേറ്റാണ്, കായംകുളം എത്തിയിട്ടേ ഉള്ളൂ. അപ്പം അവിടെ വെയിറ്റിംഗ്. അതിന് കയറി അത് 12:30 അവിടെ എത്തേണ്ടതാണ്. ഇനിയിപ്പോൾ എന്തായാലും ആ ടൈമൊക്കെ മാറി ഒരു 1:30-2 മണിയൊക്കെ ആവും തോന്നുന്നു രാവിലെ അവിടെ ചെന്ന് എത്തുമ്പോഴത്തേക്കും. നോക്കാം, വെയിറ്റ് ചെയ്യുക. ഒരു കൃത്യനിഷ്ഠയില്ല, ആരോട് പറയാൻ, ആര് കേൾക്കാൻ അല്ലേ. ഞാൻ എൻ്റെ താടി ഒന്ന് ഷേപ്പ് ചെയ്യിച്ച് അവൻ അതിനകത്ത് താജ്മഹൽ പണിത് തന്ന്. ഇപ്പം എനിക്ക് 2 താടിയായി, ഇപ്പോൾ ഡബിൾ ചിന്നൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് എന്താ അടുത്ത പ്രാവശ്യം അവൻ്റെ ഇടയ്ക്ക് ചെല്ലത്തില്ല ഞാൻ. ഏട്ടനെ ബസ് കയറ്റി വിടാൻ അനിയൻ വന്നു. അങ്ങനെ അവൻ പോവുകയാണ്. വണ്ടി വന്നിട്ടൊക്കെ കാണാം കേട്ടോ. അങ്ങനെ ബസ്സിന് വേണ്ടിയുള്ള കാത്തിരിപ്പിനിടയിൽ അവൻ എനിക്കൊരു മുട്ടായി മേടിച്ചിട്ട് പോന്നു. അങ്ങനെ ഒടുവിൽ ബസ് വന്നിരിക്കുകയാണ്. ഇതാണ് ഞാൻ വന്ന ബസ്. അകത്ത് കയറി നല്ല അടിപൊളി സെറ്റപ്പൊക്കെ ആയിരുന്നു. പുഷ് ബാക്ക് സീറ്റൊക്കെയാണ്, നല്ല AC കാര്യങ്ങളൊക്കെ ഉണ്ട്. ദൈവം സഹായിച്ച് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് വലിയ റഷൊന്നും ഇല്ലാതെ ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ ഞാൻ പോയി. 8 മണിയൊക്കെ ആയപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ നിർത്തിയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ദീർഘനേരത്തെ യാത്രയ്ക്ക് ശേഷം അതീവ സുരക്ഷയോടുകൂടി KSRTC ചേട്ടന്മാർ എന്നെ ഇവിടെ എത്തിച്ചു. 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കസിൻ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു. ഇന്ന് ഇവളുടെ വീട്ടിലാണ് സ്റ്റേ. കാരണം നാളെയാണ് എൻ്റെ ഹോട്ടൽ ചെക്കിങ് പറഞ്ഞേക്കുന്നത്. ഈ സമയത്ത് നിന്ന് അവരെന്നെ ആട്ടി വിടും. ഇതാണ് ലിസ, അവൾ വളർത്തുന്ന പെറ്റ. ഒരു ഹായ് പറയിപ്പിക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടില്ല. ഞാൻ ചെന്നപ്പോൾ തൊട്ട് എന്നെയാണെങ്കിൽ കൊടുക്കത്തെ പുച്ഛം. ഇതിനെയാണോ പട്ടിപ്പുച്ഛം എന്ന് പറയുന്നത്? എന്നെ ഒന്ന് മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. അത് രാത്രി കഷ്ടപ്പെട്ട് അവരെനിക്ക് അപ്പവും ചിക്കൻ കറിയൊക്കെ ഉണ്ടായി തന്നു. അത് കഴിച്ചിട്ട് ഞാൻ പെട്ടെന്ന് മാറി കിടന്നു തുടങ്ങി. കാരണം രാവിലെ എണീച്ച് നേരത്തെ പോകേണ്ടതാണ്. സ്ഥലം അറിയാത്തതുകൊണ്ട് മാപ്പൊക്കെ ഇട്ടാ പോയത്. കോഴിക്കോട്ടെ പ്രോ റൈഡർ ഇവിടെ വരെ എൻ്റെ ജീവനോട് എത്തിച്ചതിൽ വലിയ സന്തോഷം. സൂപ്പറാണ്. കാണാൻ ലുക്കില്ലേലും ഇവളൊരു ഡോക്ടറാണ്. ഡോക്ടർ അഭിരാമി നോവൽരാജ് MBBS. നന്ദിയുണ്ട് കേട്ടോ. ടാറ്റ പറ. ഇതാണ് ഞങ്ങളുടെ റൂം. ഇതാണ് അശ്വിൻ ഫ്രം കട്ടപ്പന. ഹായ് അശ്വിൻ. ഹായ്. എൻ്റെ വ്ളോഗ് സീരിയസ് ആയിട്ട് പറഞ്ഞു. ഇതാണ് വാഷ്റൂം. കൊള്ളാം. ഇതാണ് അവിടുത്തെ വ്യൂ. വലിയ രസമൊന്നുമില്ലല്ലേ വ്യൂ. ഇങ്ങനെ അടഞ്ഞാൽ നടക്കട്ടെ. ഇതാണ് ഞാൻ. ആദ്യത്തെ ദിവസത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഫസ്റ്റ് ഇന്നലെ രാത്രി ഫുള്ള് ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ട് നല്ല ടയേർഡായി. ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് കുറേ പുതിയ സ്റ്റാഫ് ജോയിനീസ് ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കോഴിക്കോട് ബീച്ചിലോട്ടൊക്കെ പോകുമെന്ന് പറഞ്ഞു. എനിക്ക് വയ്യ. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ ഒന്ന് പുറത്തോട്ട് നടക്കാറിറങ്ങാം. നാളെ ബീച്ചിലൊക്കെ പോവാം, മുട്ടായി തെരുവിൽ പോവാം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നു. നമുക്ക് നോക്കാം. അങ്ങനെ ഇതൊരു കുരു വന്ന് പൊട്ടിച്ച് അങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ പുറത്ത് ഒന്ന് പോകാനൊക്കെ ഇരുന്നു. ഞങ്ങൾ കൂടെ വേറെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നവർ അവർ ബീച്ചിലോട്ടൊക്കെ പോയി. ഇപ്പം ഞാനും അശ്വിനുണ്ട്, പിന്നെ ഇനി ഒരാളും കൂടെ ഉണ്ട്. അപ്പം ഞങ്ങൾ ചുമ്മാ കൂടെ നടക്കാൻ ഇറങ്ങാം. മാനാഞ്ചിറ പാർക്ക് ഒക്കെ ഒന്ന് കണ്ട് പയ്യെ നടക്കാം എന്നും പറഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങി പോയിട്ട് 10:30 മുമ്പേ തിരിച്ചു വരണം. 10:30 വരെ ഉള്ളു റെസ്റ്റോറൻറ്റ് ഒക്കെ. പോയിട്ട് ബാക്കി നോക്കാം. എൻ്റെ സൗന്ദര്യം മൊത്തം പോയി. റൂമിലോട്ട് വന്ന് AC തണുപ്പ് വരും. ഞാൻ അതിങ്ങനെ കയറി നിന്ന് AC തണുപ്പ് നോക്കുമായിരുന്നു. തണുത്ത് വരുന്നതേ ഉള്ളൂ. അശ്വിൻ സാർ ഇതേ വെള്ളം അടിച്ചോണ്ടിരിക്കുക. വോഡ്കയാണോ അശ്വിൻ? സബ്സേ ബെടാ ശുദ്ധപാനി. ചൂടുവെള്ളമാണ്. അശ്വിന്റെ നാട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കില്ലേ. അങ്ങനെ 2ാം ദിവസം നല്ലൊരു ഉറക്കത്തിന് ശേഷം പ്രഭാതം പൊട്ടി വിടർന്നു സുഹൃത്തുക്കളെ. രാവിലെ എണ്ണീച്ച് ഇതാണ് പുറത്തുള്ള വ്യൂ. ആസ് യൂഷ്വൽ ഒരു മാറ്റവും. പെട്ടെന്ന് കുളിച്ചൊരുങ്ങി റെഡിയായി. ഇതാണ് ഇന്നത്തെ എൻ്റെ ലുക്ക്, എൻ്റെ ഔട്ട്ഫിറ്റ്. സുന്ദരനായല്ലേ? കൊള്ളാം. ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാനും അശ്വനും പുറത്തോട്ടൊന്ന് കറങ്ങാനാണ്. നമ്മൾ പ്രശസ്തമായ കോഴിക്കോട് ബീച്ചിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ ബീച്ച് ഇതിനു മുമ്പ് ആലപ്പുഴയിലൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പുതിയൊരു കൗതുകമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ അശ്വിൻ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അവർ കട്ടപ്പന ആ ഏരിയയിലൊന്നും
ബീച്ചൊന്നും ഇല്ലല്ലോ. അങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന തൊട്ടില്ല ഈ സാധനം കണ്ണിപ്പെട്ടത്. ഒരു പീസ് കേക്കിന് മേളിൽ ഈ ചോക്ലേറ്റ് ഒഴിച്ചു തരും. ഒരെണ്ണത്തിന് 50 രൂപ. പക്ഷെ സാധനം കൊള്ളായിരുന്നു, ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറെ തെണ്ടി തിരിഞ്ഞിട്ട് ഞാനും അശ്വിനും കൂടെ കടല് കണ്ടോണ്ട് ഇരിക്കുക. അങ്ങനെ രണ്ടാമത്തെ ദിവസം ഇനി ഇവിടുന്ന് വേറെ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലല്ലോ. ഇനി മിഠായി തെരുവിൽ പോകണം, വീട്ടിലോട്ട് കുറച്ച് അലുവയൊക്കെ മേടിക്കണം. കോഴിക്കോട് വന്നിട്ടൊന്നും ചെന്നില്ലെന്ന് പറയരുതില്ല, അതുകൊണ്ട് ഇച്ചിരി അലുവ മേടിക്കും. നാളത്തെ കൊണ്ട് കോഴിക്കോടിനോട് ടാറ്റ ബൈ ബൈ പറയും. അശ്വിൻ നേരെ കട്ടപ്പന ഹൈ റേഞ്ചിലേക്ക്, ഞാൻ എൻ്റെ ലോവർ റേഞ്ചിലേക്ക് തിരിച്ചു പോകും. നടന്ന് ക്ഷീണിച്ചുകൊണ്ട് ഒരു വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച് ഈ കടയിൽ കയറി. അശ്വിനൊരു നോർമൽ സോഡ ലൈമ പറഞ്ഞ്, ഞാൻ ഈ മാംഗോ ടാങ്കോ എന്ന് പറഞ്ഞ സാധനം ഓർഡർ ചെയ്തേക്കുന്നത്. സാധനം കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അലുവ മേടിക്കാൻ വേണ്ടി നമ്മൾ എത്തിയിട്ടുള്ളത് ശങ്കരൻ ബേക്കറിയിലാണ്. അങ്ങനെ നമ്മൾ അലുവയൊക്കെ മേടിച്ച് തിരിച്ച് റൂമിലോട്ട് നടക്കുവാണ്. നല്ല റഷ് ആയതുകൊണ്ട് കടയിലെ ഫുട്ടേജ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇന്നത്തെ പര്യടനമൊക്കെ കഴിഞ്ഞ് ഫോണിൻ്റെ ചാർജൊക്കെ തീരാറായി. ഫോണിന് കുത്തിയിടണം. അയ്യോ കുഴഞ്ഞ്. കോഴിക്കോട് നമുക്ക് വണ്ടി ഉണ്ടായിരുന്നേ കുഴപ്പമില്ല, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ട്. കുറേയൊക്കെ നടന്ന് പിന്നെ ഇത് റാപ്പിഡോ ഒക്കെ വിളിച്ചാൽ പോയത്. ഭയങ്കര ട്രാഫിക് ഇവിടെ. ഞാൻ ഈ കുഗ്രാമത്തിൽ കിടക്കുന്നുണ്ടാന്ന് തോന്നുന്നു. എനിക്ക് എവിടെ ചെന്നാലും ഭയങ്കര ട്രാഫിക്ക്. എന്തായാലും ആ പരിപാടി കൊള്ളാം, ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊള്ളാം, വീഡിയോ എടുക്കാൻ നല്ല രസമുണ്ട്. അപ്പം ഓക്കെ, ബാക്കി പരിപാടി കാണാം. ഇനി ഡിന്നർ കഴിക്കണം. ഇപ്പോൾ കൂടെ ഉള്ളവരെല്ലാം പുറത്തോട്ടൊക്കെ കറങ്ങാൻ പോയേക്കുക. എല്ലാവരും വന്നിട്ട് ഡിന്നറൊക്കെ കഴിച്ച് കിടന്നുറങ്ങണം. ഓക്കെ. അങ്ങനെ ഞാൻ പല്ല് കഴിച്ച് കുളിച്ച് എപ്പോഴത്തേയും പോലെ പിന്നെയും സുന്ദരനായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അടിപൊളിയായിട്ടുണ്ടല്ലേ, രസമുണ്ട്, കൊള്ളാം. അങ്ങനെ മൂന്നാമത്തെ ദിവസം രാവിലെ ചെക്കൗട്ടാണ്. അങ്ങനെ റൂമിൻ്റെ ഇടയ്ക്ക് ബൈ ബൈ ടാറ്റ ഒക്കെ പറയുക. ഇന്നത്തെയും കൂടെ സെഷൻ കഴിഞ്ഞാൽ ട്രെയിനിങ് ഖതം, ടാറ്റ ബൈ ബൈ. അങ്ങനെ എല്ലാവരും പല വഴിക്ക് പോവും. അശ്വിനങ്ങ് ഹൈ റേഞ്ചിലോട്ട് പോകും അല്ലേ അശ്വിനെ? ഹൈ റേഞ്ചിലേക്ക് പോവുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ നിന്ന് വിളിച്ച്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ. രാവിലെ കള്ളപ്പം, മുട്ട റോസ്റ്റ്, പിന്നെ ഇച്ചിരി കട്ട് ഫ്രൂട്ട്സ്, അതിന് പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. സോ ഇപ്പം എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട്, അമ്മയുടെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അങ്കിളിൻ്റെ വീട്ടിലോട്ട് പോവുക. പുള്ളി വന്ന് എന്നെ പിക്ക് ചെയ്തു. അപ്പം ഇവിടെ എല്ലാം ജസ്റ്റ് ഒന്ന് കറങ്ങി കാണിക്കുക. അത് കഴിഞ്ഞ് എൻ്റെ ബസ്സിൻ്റെ ടൈം ആകുമ്പോൾ എന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് പോകുവാണ്. 3 ദിവസത്തെ പരിപാടി അങ്ങനെ കഴിഞ്ഞു. അവരൊക്കെ ഇപ്പം അവിടെ നിന്ന് ഇറങ്ങി കാണും. എല്ലാവർക്കും ട്രെയിനൊക്കെ ഉള്ള ടൈമായി വൈകുന്നു. എല്ലാവരും നല്ല രസമായിരുന്നു 3 ദിവസം. എന്തായാലും അടിച്ചു പൊളിച്ചെന്നല്ല, എൻജോയ് ചെയ്തു. എന്താണ്, ആ ഇൻഡക്ഷനും കംപ്ലീറ്റ് ചെയ്തു. ഒരു എൻജോയ്മെൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. അവിടെ അങ്കിളിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൻറ്റി ഈ കണ്ട പലഹാരമൊക്കെ ഉണ്ടാക്കി തന്നു, വൈകിട്ട് സ്നാക്സ് ആയിട്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അങ്കിളിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്കിൾ എന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി കോഴിക്കോട് ബീച്ചിനടുത്ത് CQ എന്നും പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുവന്നു. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. റൂഫ് ടോപ്പ് റെസ്റ്റോറൻ്റൊക്കെ ആയിരുന്നു. പാരഗണിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഈ ഹോട്ടൽ. ആരെങ്കിലുമൊക്കെ കോഴിക്കോട് വന്നിട്ട് പോവുക, അടിപൊളിയാണ്. പിന്നെ അങ്കിൾ എന്നെ കൊണ്ടുപോയത് ഗണേഷ് ഫ്രൂട്ട്സ് ആൻഡ് ജ്യൂസ് എന്ന് പറഞ്ഞൊരു കടയിലേക്കാണ്. അടിപൊളി ഒരു ഷേക്ക് എനിക്ക് മേടിച്ചു തന്നു, സൂപ്പറായിരുന്നു. ഇതാണ് അങ്കിളിൻ്റെ പേര് ബിജു എന്നാണ്. രാത്രി ഏകദേശം ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് ചെന്നത്. ആ സമയത്ത് ഈ ഒരു തിരക്ക് അവിടെ ഉണ്ടായിരുന്നു, മഴയുണ്ടായിരുന്നു. എന്നിട്ട് പോലും ആൾക്കാർ പോവാതെ ഇതിനുവേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഈ കാണുന്നതാണ് കേട്ടോ പാരഗൺ ഹോട്ടൽ. സോ ഇവിടെ നിന്നാണ് ഇവരുടെ തുടക്കം. ഇതാണ് അവരുടെ ഫസ്റ്റ് ഔട്ട്ലെറ്റ്. അങ്ങനെ ജസ്റ്റ് ഒരു കറക്കമൊക്കെ കഴിഞ്ഞ് അങ്കിൾ എന്നെ കൊണ്ട് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്തു. നല്ല തിരക്കുണ്ടായിരുന്നു. ഈ ഓണം പിന്നെ അവധി അതൊക്കെ പ്രമാണിച്ചാന്ന് തോന്നുന്നു. എൻ്റെ ബസ് 2.5 മണിക്കൂർ ലേറ്റാണ്. ഞാൻ അതുകൊണ്ട് അവിടെ ഒരു വെയിറ്റിംഗ് റൂമിൽ ഇരുന്ന് മുഷിയുവാണ്. പക്ഷെ അപ്പോഴാണ് ഓർത്തത് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, ഓഗസ്റ്റ് 15. അങ്ങനെ എനിക്ക് 26 വയസ്സ് പൂർത്തിയായി. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ബസ് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ബുക്ക് ചെയ്ത സീറ്റല്ല എനിക്ക് കിട്ടിയത്. അതിനകത്തും വേറൊരു വള്ളിയുണ്ട്. വള്ളി വരാതെ എങ്ങനെ ഇരിക്കും, എൻ്റെ ബർത്ത്ഡേ അല്ലേ ഇന്ന്. അങ്ങനെ 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ എൻ്റെ നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ എൻ്റെ പ്രിയ സഹോദരൻ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് രാവിലെ വന്നിട്ടുണ്ട്. ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലെത്തി ഗൈസ്. 4 ദിവസത്തെ യാത്ര, 3 ദിവസത്തെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് ഭയങ്കര ക്ഷീണം. വണ്ടി എന്തോ AC യുടെ പ്രശ്നം കാരണം ഞാൻ ബുക്ക് ചെയ്ത സീറ്റല്ലേ കിട്ടിയത്. പിന്നെ
10 മണിക്ക് വരേണ്ട വണ്ടി 12:30-12:45 കോഴിക്കോട് വന്നപ്പോൾ. ഇവിടെയും വെളുപ്പിനെ 4:30 എന്തോ എത്തണ്ട. അപ്പം നിർത്തി വന്നുകൊണ്ട് ഇപ്പോഴാണ് എത്തിയത്. ഇപ്പോൾ 7 മണി കഴിഞ്ഞ്. സോ അത്രയൊക്കെ ഉള്ളൂ. ഈ കുഞ്ഞു വീഡിയോ ആയിട്ട് എടുക്കണമെന്നാണ് വിചാരിച്ചു, പക്ഷെ ഇതിപ്പോൾ വലിയ വീഡിയോ ആയി തോന്നുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഉറക്കം വന്നിട്ട് വയ്യ ഗൈസ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്ത് വെക്കുക. സപ്പോർട്ട് ചെയ്യൂ ഗൈസ്, സപ്പോർട്ട് ചെയ്യൂ.